തൃശൂർ തലക്കോട്ടുകരയിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ യുവാവിന് ക്രൂരമർദ്ദനം. മുണ്ടത്തിക്കോട് സ്വദേശി വിനീതിനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ ചിറ്റിലപ്പള്ളി സ്വദേശി സിനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബൈക്ക് യാത്രികനായ വിനീതിനെ കാറിൽ പിന്തുടർന്നെത്തി സിനീഷ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നു തൃശ്ശൂരിൽ നിന്ന്. ലെവിൻ, എന്താണ് ഈ സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത്? രുചീഷ്, ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. തൃശ്ശൂർ തലക്കോട്ടുകരയിൽ വെച്ചാണ് വാഹന അപകടമുണ്ടാകുന്നത്. വലിയൊരു അപകടമല്ല. സ്കൂട്ടർ കാറിൽ ചെറുതായി തട്ടുകയും ചെറിയ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് മുണ്ടത്തിക്കോട് സ്വദേശിയായ വിനീതായിരുന്നു സ്കൂട്ടർ യാത്രികൻ. ഇയാളെ കാർ യാത്രികനായിട്ടുള്ള സിനീഷ് ചിറ്റിലപ്പള്ളി സ്വദേശിയാണ്. ഇയാൾ വാഹനത്തിൽ പിന്തുടരുകയും റോഡിൽ വെച്ച് 2 തവണ മർദ്ദിക്കുകയുമായിരുന്നു. ഈ മർദ്ദനത്തിൻ്റെതായിട്ടുള്ള ഒരു ഭാഗത്ത് നടന്ന മർദ്ദനത്തിൻ്റെതായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ വിനീതിനെ പിന്തുടർന്നെത്തിയ സിനീഷ് നാട്ടുകാർ നോക്കി നിൽക്കുകയാണ് മർദ്ദിച്ചത്. ഇയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ പിന്നാലെ പിന്തുടർന്നെത്തി മർദ്ദിക്കുന്ന ഒരു സമീപനമായിരുന്നു ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. പോലീസ് സംഭവത്തിൽ എരുമപ്പെട്ടി പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. ഈ സിനീഷിനെ കസ്റ്റഡിയിലെടുക്കുകയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്യുകയുണ്ടായി എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ ഈ പരിക്കേറ്റ വിനീതിൻ്റെ നില അല്പം സാരമുള്ളതാണ് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. താടിയെല്ലിനും മുഖത്തിനും അടക്കം പരിക്കേറ്റിട്ടുണ്ട്. വിനീത് ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഏതായാലും ഗുരുതരമായൊരു ആക്രമണമാണ്. നാട്ടുകാർ നോക്കി നിൽക്കെ ഒരു നിസ്സാര കാരണത്തിൻ്റെ പേരിൽ ഇത്തരത്തിലൊരു ക്രൂരമായ അതിക്രമം നടത്തിയത്. പക്ഷേ പോലീസ് കേസെടുത്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. വിനീത്, ക്ഷമിക്കണം രുചീഷ്.